എവിടെ പോവാന്ന് പറഞ്ഞ കിടു? മക്കൾ എവിടെ പോവാ? ആ സൗണ്ട് നിർത്തുവോ ചേച്ചി? ആ പാട്ട് നിർത്തുവോ? തന്നെ വെച്ചടിച്ച് പോകുന്ന അച്ചാച്ചിയുടെ അടുത്തോട്ട് പോന്ന് നോക്കിയവൻ. ഞങ്ങളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. കല്ലു, ഞങ്ങളുടെ സാമഗ്രികൾ, സാധനങ്ങൾ, കുഞ്ഞാവ, കുഞ്ഞാറ്റ. ഇല്ല, ഇല എടുത്തു. എവിടെയാ വണ്ടിയുടെ കൊച്ച? കല്ല് പോയി. സാധനം എടുത്തോ. ഡോർ അടച്ചിട്ട് ഇറങ്ങാവൂ താഴോട്ട് കേട്ടോ. തന്നെ അങ്ങ് എന്നോ എടാ ചക്ക കുടുകുടു. എൻ്റെ കാലിലാണ് ചങ്ങല പോലത്തെ കൊലുസു. എവിടെ? ഇവിടെ ആളില്ലേ? ആളില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. അവിടെ പണ്ട് ദേ നിൽക്കുന്നു. അച്ചാച്ചി നമ്മുടെ ഐറ്റംസ് കുഞ്ഞാറ്റുണ്ട്. കല്ലു ഒന്ന് മാറിക്കിയ സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞടാ തണുപ്പ് കാണും എടുത്തോളാൻ. അയ്യോ ഇന്നാളില്ല. നമുക്കിഷ്ടം പോലെ പൈപ്പുണ്ടല്ലോ കൈയും കാലും കഴുകാൻ. മീനുണ്ട് അങ്ങോട്ട് കാണിച്ചതാ ചാച്ചിന്ന്. എന്താക്കളെ? എന്താടാ ഭയങ്കര തല കുത്തി മറിച്ചില്ല ചേച്ചി, ഒരു രക്ഷയില്ല. കിളക്കുന്നു മോനെ. വാഴയില ചവിട്ടി കളഞ്ഞാൽ നിന്റെ കുഞ്ഞമാമൻ നിനക്കിട്ട് നുള്ളു തരും. അതേ കിടക്കുന്നു. എവിടെ പോവാ? ഇവിടെ കിടന്ന് മൂപ്പിച്ച് വെള്ളം വെച്ച് കുഞ്ഞമാമൻ്റെ കൂട്ട് മീശ വേണമെന്ന് പറഞ്ഞിട്ട് മീശ വരപ്പിച്ചപ്പോൾ അവൻ ചോദിച്ചു നീ എന്താ വിറകുള്ളി അടിച്ചു പിടിച്ചേക്കുവാന്നൊന്ന്. അതിന് പിന്നെ താടി വരപ്പിച്ച്. ആ എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചിയോട് ചോറിനാൻ പോവാന്ന്. ഇളക്കവാ. ചുമയുടെ മരുന്ന് കുടിച്ച് തലയ്ക്ക് പിടിച്ചിട്ടിരിക്കുക. ഇറങ്ങിയിരിക്കുക ചക്കൻ. ആ തട്ടി കൊള്ളാൻ നീ ഇന്ന് ഒരെണ്ണം അവൻ്റെ ഒന്ന് മേടിക്കുവേ. ആ ആ കുഞ്ഞടങ്ങിയിരിക്കുക. വീട്ടിൽ പോന്നോടാ? വീട്ടിൽ കൊണ്ടുവിടണമെന്ന് മാമൻ ചോദിക്കുന്നത്. നല്ല മോനാണോ? എത്രയും നല്ല മോനാ? ആരുടെ മോനാ? ആരുടെ കുഞ്ഞാ? ഏറ്റവും ഇഷ്ടം ആരോടാ? ഏറ്റവും ഇഷ്ടം ആരോടാ? ആരോടാടാ? ആരോടാ? എല്ലാരും ഇടുവോ? ഇതപ്പോ പിടിച്ചു. അപ്പൊ നിനക്ക് കപ്പയോട് ഇഷ്ടമില്ലല്ലേ? നടക്കാം എന്തെങ്കിലും കഴിച്ചിട്ട്. എടാ അവിടെ ഇവിടെ വെക്കുന്നുള്ളൂ, രാവിലെ മറന്നു പോരും. ഇളക്കം നോക്ക. ഇളകി നിൽക്കുക ചേച്ചി. മുട്ട തരട്ടേക്കളെ. കട്ടക്കാപ്പി വേണോ? ഞങ്ങളുടെ പല ഐറ്റംസ് ആണ്. ഫ്ലാസ്ക് എന്തേടാ കാപ്പിയുടെ? എടാ കൂട്, അച്ചാച്ചിക്ക് കൂട്. 1 2 3 ഇതപ്പയുടെ കുഞ്ഞിൻ്റെ 4. അടുത്ത എത്ര? 4 കഴിഞ്ഞ് 2. ശരിയാ. എടാ കഴിക്കടാ മുട്ട. നമ്മുടെ ഓംലെറ്റാക്കി നല്ല ചൂട് പോവാണ്ട് കൊണ്ടുവന്നതാ. ഇതൊഴിക്കോടാ? അതെന്തുവാ നീ നോക്കുന്നേ? മോനോടല്ല അത് ഒഴിക്കുമോന്ന് ചോദിച്ചേ. കട്ടൻ കാപ്പി നമുക്ക് കുടിച്ചാവേ. കുഞ്ഞിന് വേണ്ട ഇത്? നമ്മുടെ കട്ടൻ കാപ്പി, വയനാടൻ കാപ്പിപ്പൊടി, കടുപ്പം കുറച്ചെടുത്ത കാപ്പി. അതിങ്ങനെ മഴയത്ത്, ഇല്ലാത്ത മഴയത്ത്, മഴയില്ലല്ലോ, ആറ്റുതീരത്തിരുന്ന് ഇങ്ങനെ അച്ചാച്ചി. അതെ, ഞങ്ങള് അറിയൂല. തലേന്ന് ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ അതാ കേക്കണ്ടേ? ഒന്നും ഉണ്ടായിരുന്നേ? ഒന്നുകൂടെ പറ. ഞാൻ ആക്റ്റീവ് ആകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ആക്റ്റീവാണ്. പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഗമ. എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് വിജയിച്ചു തുടങ്ങി. ഞാൻ ചിന്തിച്ച പോലെ തന്നെ എനിക്കൊരു വലിയ കുടുംബം,
ജാതി മത രാഷ്ട്രീയ ചിന്താഗതിയില്ലാതെ എത്ര പേരാ. ഞാനൊരു 2 മാസം അല്ല 4 മാസം സത്യത്തിലൊന്ന് മാറി നിന്നപ്പോഴത്തേക്ക് എത്ര പേരാ എന്നെ അന്വേഷിക്കാൻ. ഇത്ര ആൾക്കാർ എനിക്കുണ്ട്. അത് ഒന്നിൻ്റെയും പിൻബലമില്ല. അതൊരു ജാതിയുടെ ഇല്ല, ഒരു മതത്തിൻ്റെ ഇല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇല്ല, പണക്കാരനില്ല, പാവങ്ങളിൽ നിന്ന് എത്രയോ പേര് എന്നെ അന്വേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇത്രയും നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കൂടെ 40-42 വർഷമായിട്ട് കൂടി ഒരു കൂട്ടുകാരനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളോട് കള്ള ഒന്നും പറയുന്നില്ല. ഞാൻ ആ കൂട്ടുകാരനെ ഒറ്റയ്ക്ക് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് നടക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരനെ മനസ്സിലായവർക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആ കൂട്ടുകാരനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചികിത്സയിലായിരുന്നു. ഞാനൊരു 2 മാസം ഒഴിവ് പോലെ താമസിച്ചാണ് ചികിത്സയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ ആ കൂട്ടുകാരൻ നിന്ന് ഒഴിവായി നടക്കുന്ന രംഗം. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മാറി. ഇനി ഞാൻ ആക്റ്റീവാണ്. പിന്നെ നമ്മുടെ അരുവിക്കരയിൽ നമ്മൾ ചെറിയ ഷെഡ് വെക്കുന്നു. അവിടെ ഞാൻ ഇനി ആഴ്ചയിൽ ഒരു നാടൻ പാചകം നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ വെറും നിസ്സാരമെന്ന് തള്ളുന്ന സാധനങ്ങൾ പറിച്ച് ഒരാഴ്ചയിൽ ഒരു പാചക വീഡിയോ നമ്മുടെ ഉണ്ടാവും. നാളെ മറ്റന്നാളായിട്ട് നമ്മുടെ അവിടുത്തെ ചെറിയ അടുപ്പ് ക്ലിയറാവും. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ചുണ്ടക്കയുണ്ട്, പിന്നെ വെറും ചേമ്പിൻ്റെ വെളിച്ചേമ്പെന്ന് പറയുന്നതെന്നുണ്ട്. അങ്ങനെ നാടൻ, അതായത് ബുദ്ധിമുട്ട് സമയത്ത് മഴക്കാലത്തൊക്കെ നമ്മുടെ ഈ മലയോര പ്രദേശത്തുള്ളവർ വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ടുള്ള ഒരു പാചകത്തിൻ്റെ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെ സജീവമായ ആഴ്ചയിൽ ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാവും. ഇനി പിന്നെ മീൻ പിടുത്തത്തിൻ്റെ കാലമാണ്. മീൻ പിടിക്കണം. ആരെയും ഒരു മീൻ പിടിക്കാൻ കൂട്ടിന് ഒരാളെ കൂടെ വേണം. എനിക്ക് വെള്ളത്തിലിറങ്ങുമ്പോൾ കാലിനൊക്കെ ചെറിയ തണുപ്പ് പ്രശ്നം, വളകെട്ടൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം ഇനി ശരിയാക്കണം. പച്ചക്കറി കൃഷി തുടങ്ങണം. ഒരു മഴമറ. പിന്നെ ഇതിപ്പോ ഇങ്ങനെ ബോസായിട്ട് അങ്ങ് വിലസ് കഴിയും. ഉറക്കോ ഇപ്പൊ സമയം എന്തായാലും 11:30-12 മണിയായി. ഇത് രാവിലെ വൈകുന്നേരം തൊട്ട് എൻ്റെ ഇവിടെ ചൂണ്ടയിടാൻ പറഞ്ഞെന്ന് പറഞ്ഞിരിക്കുക. എന്റെ കല്ലുകൊണ്ട് ഇന്ന് ഞാൻ സത്യത്തിൽ വന്ന എന്റെ കല്ലൂരിന്റെ മനപ്രയാസം കൊണ്ടാണ്. കല്ലൂർ ചൂണ്ടയിട്ടിട്ട് 3-4 മാസമായി. അതിന്റെ വിഷമം നോക്കും. എന്നിട്ട് ചന്തയിലെ പട്ടി മാർക്കറ്റിൽ തന്നെ ഈ മാർക്കറ്റിലെ മുഴുവൻ പട്ടി അവർക്ക് ഓടിക്കണം. എന്നാലേ അവർക്ക് സമാധാനം വരും. അതുകൊണ്ട് മാർക്കറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ ഈ കാപ്പുകൂടിയും കഴിഞ്ഞ് മാർക്കറ്റിലോട്ട് പോകാം. വെഞ്ചേലൊക്കെ മാർക്കറ്റ് ഞങ്ങളുടെ ആ വെയിറ്റിംഗ് ഷെഡിലെ നല്ല വെഞ്ചേലൊക്കെ ഇരുന്ന് ഇവൻ ഓടിച്ചാടി നടക്കാം. ഇവന്റെ വണ്ടി ഇവിടെ കൊണ്ടുവരാൻ വയ്യായിരുന്നു. അവനെ ബസ് സ്റ്റാൻഡിലിട്ട് തിരിച്ച് ഓടിക്കാൻ ഓല്ല ബസ് സ്റ്റാൻഡിലിട്ട് പിന്നെ ഞാൻ അമ്മൂനെയും കൊണ്ട് ഇവിടുത്തെ 6 ജില്ല കടന്ന് ഞങ്ങൾ അമ്മൂനെ ഒരു കോളേജിൽ കൊണ്ട് അഡ്മിഷനൊക്കെ വാങ്ങിച്ചു. മഞ്ചേരിയിലെ എന്തോ നോബിൾ വിമൻസ് കോളേജിൽ അമ്മൂന് PG MAക്ക്. അവർക്ക് നൃത്ത ക്ലാസ്സിന് കണ്ണൂർ പോകണമെന്ന് വലിയ ഇതിലായിരുന്നു. അവസാനം നടുവേദനയും അവിടെ ശാരീരിക സ്ഥിതി സമ്മതിക്കാത്തത് കൊണ്ട് അവൾ PG MAക്ക് പോയാൽ മതി, MA ഇംഗ്ലീഷിന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി താമസിച്ചുകൊണ്ട് നമ്മുടെ ഈ അടുത്ത കോളേജുകളിലെങ്ങും അവർക്ക് സീറ്റ് ഫുള്ളായിപ്പോയി. അങ്ങനെ അന്വേഷിച്ച് മഞ്ചേരിയിലുള്ള നോബിൾ കോളേജ് ഓഫ് വുമൻസ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അവിടെ ഞാനാണ് പോയത്. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ല താണ്ടി കോട്ടയം, ആലപ്പുഴ, പിന്നെ എറണാകുളം, തൃശ്ശൂർ, ഞങ്ങൾ പിന്നെ പാലക്കാട് ഒറ്റപ്പാലത്ത് ഇറങ്ങി ചേർപ്പുളശ്ശേരി, പെരിന്തൽമണ്ണ വഴി ഞങ്ങൾ മൂന്നിൻ്റെ പാണ്ടിനാടെത്തി. അവിടെ പിന്നെ ഞങ്ങൾ മഞ്ചേരി പോയി കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്തു. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസൊക്കെ അടച്ചു. ഇനി മെറിറ്റ് ലിസ്റ്റ് വരെ കിട്ടിയവരുടെയൊക്കെ ക്ലാസ്സും അഡ്മിഷനും കഴിഞ്ഞിട്ട് ഏതാണ്ട് അവൾ ജൂലൈ ആഗസ്റ്റ് വരെയൊക്കെ ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷകരമായൊരു 24 അങ്ങനെ മലപ്പുറത്തുനിന്ന് ഡെങ്കിപ്പനി കൊണ്ട് ഇവിടെ ഒന്നിച്ച് പോയാൽ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് പോയാൽ ഞങ്ങൾ ഓരോത്തൊക്കെ തന്നെ ഉറങ്ങി. വലിയ മഴ ഉണ്ടെങ്കിൽ ഇച്ചിരി ആയുടെ കൂടി ഇല്ല. നമ്മൾ സുജയുടെ വരാത്ത രീതി അല്ല കാറല്ലേ ഇരിക്കില്ല. പണ്ട് നമ്മൾ കാറെ വന്ന് കിടന്നു മഴ കണ്ടോ ചൂണ്ടൊക്കെ വന്നിട്ടപ്പോ ഭക്ഷണം പുട്ടുണ്ടാക്കി. പെട്ടെന്ന് അച്ചാച്ചി മീൻ പിടിക്കാൻ പോയപ്പോൾ ഞാനും വരുവാന്ന്. അങ്ങനെ പുട്ടുണ്ടാക്കി. ഇന്ന് മോഹൻലാൽ ചിക്കൻ ഉണ്ടാക്കി. മോഹൻലാൽ മറ്റേ ഇടിച്ചിടിച്ചുണ്ടാക്കിയ സാധനമില്ലേ, അതാ ഉണ്ടാക്കിയത്. വെള്ളം വീഴുന്നു എല്ലാം ഉണ്ടാക്കി. വെള്ളം വേണോ? നീ കാപ്പി കുടിച്ചു കഴിഞ്ഞോ? അമ്മൂന് പനിയായതുകൊണ്ട് അല്ലെ അമ്മൂ കൂടെ ഇറങ്ങി. അമ്മൂ ഇറങ്ങാറുണ്ട്. സുലൂരിൽ പോയി ചാടി നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ. ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നതിനോട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരു സ്റ്റൂൾ കൂടെ കൊണ്ടുപോകും. എന്താ കാലം മഴ
ഈ വീടും വേണം വാടക കിട്ടും കേട്ടോ. സുജയൊക്കെ പുതുതായിട്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടും താവളമായിരുന്നു. ഇത് ഓഡിറ്റോറിയം ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്ന സെന്റ് മേരീസ് കാത്തോലിക്ക പള്ളിയുടെ ഓഡിറ്റോറിയം. 2 നിലകളിലായിട്ട് ഇവിടെ താഴെയും ഒരു 200-300 പേരുടെ സീറ്റുണ്ട്, മേളിലും അത്രയും പേരുടെ സീറ്റുണ്ട്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ആദ്യത്തെ ഓഡിറ്റോറിയം. ചില സമയത്ത് വരുമ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ നല്ല തിരക്കായിരിക്കും. അവർ രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണവും പിന്നെ അവർ എല്ലും ഒക്കെ അധികം വരുന്നൊരു കറിയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഞാനും എൻ്റെ കല്ലും കൂടെ തന്നെ ഇവിടെ ചൂണ്ടിട്ട് ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ട് പോകും. അച്ചാച്ചി ചാർജ് ആവണമെങ്കിൽ അച്ചാച്ചിക്ക് മീൻ പിടിക്കാൻ പറ്റണം. വീട്ടിൽ അച്ചാച്ചിക്ക് മടുപ്പ്. കാരണം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ശാലി ചേച്ചിയുടെ ബഹളമാണ്. അതെ, കുറേ കാലം ഞാനും സുഖം മാത്രമല്ല ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പം ഞങ്ങൾ രണ്ടും തമ്മിലെന്തോ മിണ്ടാൻ അങ്ങനെ ഇങ്ങനെ മാറി മറിച്ചൊന്നില്ല. ഇപ്പോൾ ഒരെണ്ണത്തിനെ കഴിയുമ്പോൾ അടുത്തേനേല എന്നാലും 5 പേരുണ്ടാവും. 5 ചെറുതുങ്ങളോ മതിയല്ലോ. ഇപ്പൊ ഒരുത്തം മതിയല്ലോ 10 വിളിക്കുക. ഇന്നലെ 2:30 കഴിഞ്ഞ രാത്രി എനിക്ക് പനിയാണ്ട് 2 ദിവസം അച്ചാച്ചിയുടെ അടുത്തായിരുന്നു. അല്ലെ ഇപ്പൊ എൻ്റെ അടുത്ത് അടങ്ങി കിടക്കും. ഞാനാണെങ്കിൽ സ്പൈഡർമാൻ സുലുവമ്മയ്ക്ക് ചക്ക ഇട്ട് കൊടുത്ത കഥയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലേ ഞങ്ങളെ എന്തോ പറ്റി? ഈ മഴ പെയ്യുമ്പോൾ ഇല്ലാത്ത സൗകര്യത്തിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരുന്നുണ്ടല്ലോ, എന്തെങ്കിലും കുറിച്ചോണ്ട് വീടിനകത്തിരിക്കുന്നതിൻ്റെ ഇരിക്കാൻ എത്ര ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും. സത്യം. അത്താഴം കഴിച്ച് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു വന്നതാണ്. കല്ലൂരി ചിപ്സ് ഫ്രൈ ഐറ്റംസേ പറ്റും. കല്ലുവിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സിനിമാ നടിയുടെ ലുക്കുണ്ട്. ഏത് സിനിമാ നടിയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നത് ഉറപ്പാ സമ്മാനമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു സിനിമാ നടിയുടെ പേരിട്ട് വിളിക്കാറുണ്ട്. ഒരു ക്ലൂ തരാം, നായികയായിട്ട് അഭിനയിക്കുന്നതല്ല. നായികയായിട്ട് അഭിനയിക്കുന്നത് വേറെ ഒന്നും പറയത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ മോളെ പോലെ നോക്കുന്നത്. അപ്പൊ ആ ഒരു ഫിഗർ പോലെ ഞാൻ കൂടെ കാറിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് കാലാവസ്ഥ ഫോണിൽ കൂടെ അങ്ങോട്ട് തരാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടെ അറിയാമായിരുന്നു ഇതിന്റെ സുഖം. അതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം കൂടെ തരുന്നതായിരിക്കും. നമ്മുടെ ഹോം സ്റ്റേയുടെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഞങ്ങൾ കാര്യമായിട്ട് അത് മഴക്കാലത്താണ് നല്ല രസമാണ്. അടുത്തൂടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളെയൊക്കെ അയച്ചു വിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പിടിപ്പിക്കാനും സൈഫായ സംഭവം. കാര്യം മുത്തമ്മീൽ താഴെ വേണ്ടത് കുടുവായിക്കും. അപ്പോൾ ഗൈഡ് കുടുവെന്ന് വിളിക്കുന്നത് നമ്മുടെ അമലുവാണ്. കിടുവിനെ കുടുവെന്ന് വിളിക്കുന്നത്. ഞാൻ പട്ടിയെ തൊട്ടാവും. പട്ടിയെ വിളിച്ചിട്ട് വേണം കയറിയിട്ട് പോകാൻ. ഇതുകൊണ്ട് ഏത് കാട്ടിലും വീട്ടിലും എനിക്ക് ഉറങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പൊ തന്നെ കുടു വന്നപ്പോൾ ഒന്നും കുറച്ചുകൊണ്ട് ചാടി. അപ്പോഴത്തെ കുടുവാന്ന് മനസ്സിലായി. എന്റെ മേത്ത് മുട്ട വെച്ച് തേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? ഞാൻ ഇടോ ചുരുട്ടി കൂട്ടി ഞാൻ ആറ്റിലോട്ട് അറിയുമെന്ന് പറയത്തേ ഉള്ളൂ. ഇനി ഇതേണ്ട 6 തൊട്ടെടുത്താ കൊണ്ടുവരണോ? ഞാൻ വേറെ കൊച്ചിനെ ഇവന്റെ 8 നമ്പർ ഇവന്റെ അടുത്ത് തേക്കും. കാട്ടിലുള്ള പിള്ളേരെ ഞാൻ കാട്ടിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ കൊണ്ടുവരുമെന്ന് പറയും ഇവനെ കളഞ്ഞിട്ട്. അപ്പൊ അവൻ എന്ത് പറഞ്ഞാലും ചെയ്യും. പക്ഷേ ഞാനൊരു വലിയ ഭാഗ്യം പ്രതീക്ഷിച്ചായിരുന്നു. അമ്മയെ കൊണ്ട് അമ്മയെ ചേർത്ത് പിറ്റേ ദിവസം മോനെ കൊണ്ട് അങ്കൻവാടി വിടണം. ഇവിടെ ഞങ്ങൾ 2 ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇവിടെ അങ്കൻവാടി പൊന്നു കഴിച്ചു. അപ്പോഴെ സത്തേ പിണങ്ങിയോ? ആരോടെ ആരോടെ ഇഷ്ടം? നോക്കട്ടെ ആരോടെ ഇഷ്ടം. ഈ നിർബന്ധം എല്ലാം സാധിച്ചിരുന്ന ആരാ നിന്നെ തല്ലിപ്പൊളിയാക്കി? ആരെല്ലാം മേടിച്ചിരുന്നു കുഞ്ഞിന്റെ ഇഷ്ടത്തിന്? ഏറ്റവും ഇഷ്ടം ആരോടാ? ഏത് പാൻറ് ഇട്ടാലും നീളം തികത്തില്ല. ഇന്ന് ഞാൻ 6 പാൻറ് ചെയ്യും. പുത്തൻ പാൻറ് മേടിച്ചേ. ബെൽറ്റ് മേടിക്കണ്ടേ? നമുക്ക് കയ്യിലിടുന്ന ഗ്ലൗസ് മേടിക്കണ്ടേ? ബൈക്ക് ഓടിക്കാൻ കയ്യിലിടുന്ന ഗ്ലൗസ് ഇല്ലെന്ന് പറഞ്ഞ് കാലിലിടുന്ന സോക്സ് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. 12 മണിക്ക് JCB ഓടിക്കുക, മണൽ ഓടിക്കുക. അവിടെ മണ്ണ് ഓടിക്കൊണ്ടിരുന്ന 2-3 പെരുമ്പാമ്പ് മണ്ണിപ്പോ പോയി. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി നടക്കും പഞ്ചായത്തിന്റെ സെന്ററിൽ. അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ട് നിലയിൽ ബസ് സ്റ്റാൻഡും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വലിയ പണിയാണ്. അപ്പോൾ രാത്രിയിലെ അവിടെ പണി നടക്കത്തുള്ളൂ. അതിനിപ്പോഴതിൻ്റെ ബാക്ക് ഫില്ലിങ് മണ്ണടിച്ചുകൊണ്ടിരിക്കുക. രാത്രി 2 JCB 2-3 ട്രിപ്പറും ഒക്കെ ആയിട്ട്. ഇത്തവണയിൽ ഹോം സ്റ്റേയുടെ പണി നടക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ തവണ എൻ്റെ പ്ലാനിങ് പോലെ നടക്കാറില്ല. ഇത്തവണ പക്ഷേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അതുപോലെ ഞായറാഴ്ച കാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ കാട്ടിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും പല തർക്കങ്ങൾ
പ്രശ്നങ്ങൾ. പട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ തർക്കിക്കാൻ പറ്റില്ല. കാര്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവർക്കതൊരു പട്ടിക്ക് ഭക്ഷണം. കള്ള് കുടിച്ച് നിൽക്കുന്ന ആണുങ്ങളാ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും കള്ളു കുടിക്കാൻ കാശുണ്ടല്ലോ, എന്നാ പിന്നെ എന്തിനാ ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ആണുങ്ങൾ കള്ളു കുടിക്കും. ആണുങ്ങൾ കള്ളും കുടിച്ച് അങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിണി കിടക്കുന്ന പിള്ളേരും ഭാര്യയോ അതൊക്കെ ഓർത്താണ്. നമ്മൾ കൊച്ചു പിള്ളേരെ ഓർത്ത് മാത്രമാണ് കാട്ടി പോകുന്നത്. ഇവന്മാര് വെറുതെ അതിൽ 1-2 പേര് മനഃപൂർവ്വം എങ്ങനെ എന്നെ അവിടെ വരുത്തിക്കാതിരിക്കാം എന്നുള്ള പ്ലാനിലാണ്. എങ്ങനെയെങ്കിലും വെറുപ്പിച്ച് അടുത്ത തവണ തൊട്ട് ചിലത് കമന്റ് ഓഫ് ആക്കുന്നതല്ല, അത് യൂട്യൂബിന്റെ എന്തോ സെറ്റിംഗ്സിന്റെയാണ്. കമന്റ് ചില വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തനിയെ കമന്റ് അങ്ങ് ഓഫ് ആവും. പിന്നെ മെനക്കെട്ടിരുന്ന് ഓണാകണം. കുറച്ച് നേരം അത് ശ്രമിച്ചിട്ട് പിന്നെ ഞാനും അങ്ങ് വിടും. നമുക്കൊക്കെ ഇത് ചെയ്യാനും ഇതിനു വേണ്ടി മെനക്കെടാനും തോന്നുന്ന കമന്റിൽ നിന്നുള്ള നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റുകൾ നമ്മൾ ഞാൻ വീഡിയോ കണ്ടില്ലെങ്കിലും കമന്റ് കൃത്യമായിട്ടും വായിക്കാറുണ്ട്. അപ്പൊ എല്ലാവരുടെയും സങ്കടം തീർന്നല്ലോ. ഞാനൊന്ന് പനിയുണ്ട്, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അച്ചാച്ചി പോയാൽ മീൻ കിട്ടുമോ? നാളെ വരെ ചൂണ്ട മീൻ കിട്ടുമോ ചേച്ചിക്ക്? എന്നാ ഒരു ഉമ്മ വിട്ടാ ഇപ്പൊ ആരേനെയും കൊണ്ടുപോകും ചേച്ചി. മോൻ എന്തോ മീനാ വേണ്ടിയേ? ചൂങ്കട്ടെ. ചൂണ്ടല്ലടാ, കരിങ്കട. കരികട വന്നാളോ ഒരു വീശി മോന് വറക്കാനുള്ള മീൻ അച്ചാച്ചി താഴെ കൊടുത്തു. വീട്ടിൽ ആൾക്കാർ കാണും, അങ്ങോട്ടൊക്കെ പെട്ടോ ഇടോ. ജീവിതത്തിൽ പേടിയുള്ളത് കുഞ്ഞാവേ മാത്രം. അമ്മൂനെയോ? ഒരു പേടിയില്ല, അതൊക്കെ വെറുതെ പേടി അവനെ മാത്രം. കുഞ്ഞാവയ്ക്ക് മീശ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മീശ വരപ്പിച്ചപ്പോൾ കുഞ്ഞാവ് വെച്ച് നീ എന്തിനാണ് വിറകുള്ളിയും കടിച്ചു പിടിച്ചോണ്ട് നടക്കുന്നത്? അതിനാ മീശ മാറ്റി അവൻ താടി വരപ്പിച്ചു. പിന്നെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് വന്നതാ ഇതിനെ. അങ്ങനെ അപ്പയുടെ കുഞ്ഞെങ്ങനെ ഉറങ്ങുന്നത്? അപ്പയുടെ പോയിച്ചേട്ടൻ എങ്ങനെ അപ്പടുത്ത് ഉറങ്ങുന്നത് രാത്രിയിൽ? ഇങ്ങനെ കഥ കേട്ട് എങ്ങനെ ഉറങ്ങുന്നേ? ഇങ്ങനെ കുഞ്ഞ് രാത്രി എന്നോട് അപ്പ പാട്ട് പാടി. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ നമുക്കൊരു ആസ്വാദനം. പക്ഷെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കുട്ടനാട് ആ പ്രദേശത്തൊക്കെ ഉള്ളവർ ഇവിടെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ നെഞ്ചി ചെയ്യാം. വീടുകളിലും അവിടെ ഇവിടെ വെള്ളം കയറുന്നു, കൃഷിയിടങ്ങൾ മൊത്തം വെള്ളം പോകുന്നു. ഈ വർഷം മൂക്കിട്ട് വരട്ട് പോണേ. മേടിച്ചാണോ പോലെ പിടിച്ചാൽ പോകല്ലേ? പിടിക്കാൻ പോവാ. അങ്ങനാണോ നീ ചോദിച്ചേ? അതൊക്കെ അവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ട്. അച്ചാച്ചി അപ്പൊ ചൂണ്ട നോക്കാൻ പോവാ. കെട്ടിയിട്ടിട്ടുണ്ട് ചൂണ്ട. നീ പോന്നില്ല, കിടുവാ മക്കളിങ്ങി വാ. അച്ചാച്ചി നോക്കിയിട്ട് വരട്ടെ. മോൻ വലുതാകുമ്പോൾ കൊണ്ടുപോകും. ഒരു വയസ്സൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും കുഞ്ഞിനെ. മീനുണ്ട് അച്ചാച്ചി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും മോനെ കേട്ടോ. ഇതിനൊക്കെ ഉറങ്ങിക്കൂടെ? ഇതിനൊക്കെ കിടന്ന് പാതിരാത്രിയിൽ എന്തോ കാണിക്കുമോ ഇത്? അച്ചാച്ചിയുടെ കൊച്ചുമോനാണോ വീണ്ടും തെളിയിക്കുമോ? രാത്രി ഉറക്കമില്ല, ദേ കിടക്കുന്നത് ആറ്റുതീരത്തൂടെ. അച്ചാച്ചി ചൂണ്ടെടുക്കാൻ പോയിട്ട് ഇവിടെ കിടക്കും. എന്നിട്ട് പൊടി അച്ചാച്ചിയുടെ അടുത്ത് പൊടി. എടി അച്ചാച്ചിയുടെ അടുത്ത് പൊടി. എടി അച്ചാച്ചി ചൂണ്ടെടുക്കാൻ പോയപ്പോൾ നീ ഇവിടെ കിടക്കുക. മോടിച്ചിപ്പണ്ണ എടി പൊടി. ഇതൊക്കെ എന്തോ പൊടിയോ? അവിടെ മുറുക്ക, അവളെ ഇരുത്താൻ അച്ചാച്ചി കൊണ്ടുവന്ന മുറുക്ക്. എൻ്റെ പൊന്ന് കല്ലു ചെല്ലല്ലോ. അച്ചാച്ചി എന്ത് ചെയ്യുന്ന നോക്ക്. അതെ അച്ചാച്ചി വിളിക്കുന്നു. ചെല്ല ഓടിച്ചില്ല. എടി കാല് നനയൊന്നും ഓർത്തൊന്ന് പോകത്തെ കുഞ്ഞാ. എന്താ മാമൻ പടിയെടുത്തു. വടിയുണ്ടോ മാമൻ്റെ ഇരിക്കുന്നേ? ആ വടിയുണ്ട്. ഇത് തേവയാ? ഇപ്പടെ കൊലുസ് കണ്ടോ? ഇപ്പടെ ചിൽജിൽ കൊലുസ്. ലൂക്ക എൻ്റെ പുറകെ നടക്കുക ഈ കൊലുസ് മേടിക്കാൻ. ഇനി വാ, അപ്പൻ്റെ മടി ഇരുത്താം. വാ മാമനെ അപ്പടുത്ത് ഇരുന്ന് ഞാൻ വഴക്ക് പറയത്തില്ല. വാ, നല്ല മോനായിട്ടിരിക്കണേ. നമ്മൾ മീൻ ചന്തയിൽ എത്തിയിരിക്കുന്നു ഗൈസ്.
നമ്മൾ ചന്തയിലെത്തി ഗൈസ്. ഇതാണ് അതിൻ്റെ ബോർഡൊന്ന് കാണിക്കും. UFKC തീർത്തോട് ശാസ്ത്രീയ കർഷക. ഇവിടെ ഒരാഴ്ചത്തെ നമ്മുടെ അധ്വാനം എല്ലാം കൂടെ കൊണ്ടുവന്ന്. അതെ, നമ്മുടെ പച്ചക്കറിയൊക്കെ കൊണ്ട് ഇവിടെ വെക്കുന്നത്. ഇനി ഈ നമ്പർ നോക്കി ആരെങ്കിലും വിളിക്കുമോ? പണ്ട് ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ സുഹൃത്തോട്ടിലൊരു ഹോട്ടലിൻ്റെ നമ്പർ അവിടെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ എടുത്തിരിക്കുന്നവർ. ആ, അങ്ങനെയാ ഫ്ലവേഴ്സ് ഒരു കോടിയില്ല അവർക്ക് നമ്പർ കിട്ടിയേ. ഇല്ലല്ലോ മീൻ പറക്കാനിരിക്കുക, മീൻ പറക്കാനിരിക്കുന്ന നോക്കിയ വല വീശിയില്ലടാ. നീ ചുമ്മാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അവന് നുള്ളിപ്പറക്കാൻ ഒരു മീനേലും കിട്ടുമല്ലോ. ഓ പോയി, ഇനി മീൻ കിട്ടൂല. അവന്റെ ഉയ്യോയിൽ പോയി കിട്ടി. കണ്ട കണ്ട ഉരുത്ത ദോഷി ചക്കൻ ഓടിപ്പോയി നിൽക്കുന്ന ചേച്ചി. നല്ല വേട്ടമുള്ളിടത്തേക്ക് മൊത്തം അവിടെ ഇട്ടിട്ട് പെറുക്കിയാ മതിയേ. നിക്കടാ, പെറുക്കിട്ട് കുഞ്ഞാ. എന്നാ ഇത് പിടിച്ചോടാ മോനെ. എടാ ഒന്ന് മാറടാ, എടാ ഒന്ന് മാറടാ. പെറുക്കുവാൻ പിന്നെ അടുത്തുണ്ട്. ഇന്നത്തെ കയ്യിൽ നിന്ന് കാണിച്ചടാ. എടാ അവൻ കവറിലിടാ. കാണിച്ചിട്ട് എടാ ഒന്ന് മാമനെ കാണി. എടാ പോയി പെറുക്കടാ, എടാ പോയി പെറുക്കടാ. അതിന്ന് അതിനോടൊക്കെ തട്ടിപ്പറിക്കുന്നത് അവന്റെ കുഞ്ഞിക്കയിലോട്ട് നോക്ക്. എടോ എന്തോ മീനാ മക്കളേത്? എന്തോ മീനാ? ചുങ്കടല്ലടാ, എലരി. പരലല്ലേ? ഞങ്ങളുടെ എലരിയാ. എടാ പെറുക്കി കവറിലിടാ. എന്റെ ചൂങ്ങട. ഇനി ഈ മീൻ വെച്ച് എന്റെ മേത്തുണ്ട്. അല്ല അവന് പെറുക്കാൻ. എടാ അവന്റെ കയ്യിൽ നിന്ന് എടുക്കാണ്ട് തറയുന്ന പെറുക്ക്. നോക്കി നോക്കി നീ ചവിട്ടുന്നു കിടൂ. ചവിട്ടല്ലേ ചൂങ്ങട. കുഞ്ഞാറ്റ എല്ലാം പെറുക്കി. ഇപ്പൊ കുഞ്ഞാറ്റ തട്ടിപ്പറിക്കാൻ പോകും. എടാ ഇതിന്റെ കണ്ണും കാണാണ്ട് പോയടാ. തോ കിടക്കുന്നു. കൊടുക്കല്ലേ, പെട്ടെന്ന് പോച്ചോ. നീ അങ്ങ് പഠിച്ചാൽ മതി. എടോ കവർ കാണിച്ചു കൊടുത്തേ എത്ര മീനുണ്ടെന്ന്. നിന്റെ ഒരു ഒറ്റ ഹായിൽ പോയിട്ടുണ്ടോന്ന് ഇനി അടുത്ത വീശിൽ അറിയാം. കാണിച്ചു കൊടുത്തേ. വേണ്ട വെച്ചടിച്ച് പുറകെ ഓടുന്നു നോക്കി അടുത്ത മീനോട്. എടാ ഇത് ആടി ആടി നിൽക്കുവോ ഈ ചെക്കൻ? ഉറക്കം വന്നിട്ട് അവിടെ ഇരുന്നേ. മോൻ ഉറക്കം വരുന്നുണ്ടോ? നോക്ക് എന്നാ കുഞ്ഞാറ്റയുടെ അടുത്ത് ചേർന്ന് നിന്നോ. എടാ നിന്റെ മീൻ ആരും എടുത്തോണ്ട് പോത്തില്ല. വാശിയല്ലടാ, പുള്ളി സ്ഥലകാലബോധം ഇല്ലാണ്ടിരിക്കുക. അവിടെ കിടന്നു. മീൻ കാണിച്ച് തുറന്നു കാണിച്ച്. രണ്ട് പൊട്ടന്മാരെ കൊണ്ട് പോടുന്നു. മാതി ചുരുട്ടിയെ വിടറ. നേരെ മടക്കി പിടിച്ചോട്ടോ. മാമനും മോനും തണുപ്പടിച്ച് ചുമയ്ക്കുന്നു. പേടിയാണേലും തോളത്തങ്ങ് കയറി. ആരാ എടുത്തേക്കുന്ന കുഞ്ഞിനെ? പൊലിച്ച് മാമനാ? ഉറങ്ങിയടാ. നീ ഉറങ്ങിയോ? എന്തൊക്കെയോ നോക്കുന്നുണ്ട് മറ്റേ ഭാരതി. എന്റെ ദൈവമേ, ഇത്രയും ദൂരത്ത് നിൽക്കുന്ന മനുഷ്യനാ. നോക്ക ചേച്ചി, ഇത്രയും ദൂരം നിൽക്കുക. ഫോണിലോട്ട് നോക്കിയും എന്തോ ഇരുന്ന് വരുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വരുന്നുണ്ട്. കമ്പി ഉണ്ടായിരുന്നു അടിച്ചു കയറ്റിയെന്ന്. പക്ഷെ അവര് പറിച്ചോണ്ട് പോകും. ഒരാളെ കൊണ്ട് കുഴപ്പമില്ല. ആരാണ് കുറ്റി അടിക്കുന്നത്? അടിച്ചോ? അടിക്കോ? വേര് മാന്തുവാ, വേര് മാന്തുവാ. നീ ഇതിനെ പേടിച്ച് അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വാടാ. എടാ അപ്പേ രക്ഷിക്കടാ. പേടിയാ, കത്രിക പേടിയാ. മുറിച്ചോണ്ട് പോപ്പം.
അമ്മല്ലോ അവിടുന്ന് മാറി കിഞ്ഞു വന്നിരി. കുടിച്ചേട്ടാ അപ്പേ രക്ഷിക്ക് കുടിച്ചേട്ടാ. അതേണ്ട ഇവിടെ അപ്പ ഇവിടെ പിടിച്ചു വെച്ചേക്കുവാ. അയ്യോ ആ മസിലൊന്ന് കാണിച്ചേ മാമനെ. എന്തിയാ കാണുന്നില്ല മസില്? എന്തിയാ മസില്? കഷത്തി വെച്ചേക്കുവാന്നോ? ആ അതാണ് മസില്. എങ്ങനെ ഇരിക്കുന്ന കല്ല് പോലോ? കല്ല് പോലെയാ? കത്രയാണ്. അയ്യോ ഞാൻ ആ സൗന്ദര്യം കണ്ടില്ലായിരുന്നു. ആഹാ ചുണ്ടരിയായല്ലോ. അങ്ങോട്ട് മുന്നോട്ട് നിന്ന് ഇച്ചിരി കൂടെ അങ്ങോട്ട് നിന്ന്. ആ ചുന്തരിയായി ചുന്തരി. എന്താ പറ്റിയ അപ്പോ? അപ്പോന് എപ്പോഴും ഒരു വിഷാദമാണ്. മധുരക്കിഴങ്ങ് തിന്നത് നീ പരുവം വരെയായി. എണീറ്റടുത്ത് തന്നെടാ കോടാവളിയായിട്ട്. എന്ത് പറ്റിയാടാ? നീ ഇവിടെ വിളിച്ചില്ലേ വരുമ്പോൾ പിടിച്ചാൽ മതി. ഇവിടോട്ട് മാറിക്കണേ. ഈ സൈഡിൽ നിന്ന് ഈ ഭിത്തിയിടിപ്പുറമേക്ക് ഇപ്പോൾ വരും. നീ മാറിക്കടാ. നീ ഈ ഭിത്തിക്ക് മറിഞ്ഞേക്ക് ഓടി വരും. ഇപ്പോൾ മാമൻ പോയി. ആ പോയി ഓടി വാ. മാമൻ പേടിച്ചു പോയി. എങ്ങോട്ടോടും? പേടിയ എന്താ? കുഞ്ഞാവാ ആണോ മക്കള്? പുറകെ നിൽക്കുന്ന ആരാ മോനെ? മാറി നിന്നപ്പോ ഓ മാമ പേടിച്ചു പോയോന്ന്. മീൻ പിടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് 2 മണി വരെ കിടന്ന് ഉറങ്ങുക. രണ്ടി നമുക്ക് മീൻ വെട്ടാം. അച്ചാച്ചി ചൂണ്ട എടുത്തോണ്ട് വന്ന് നീ കണ്ടോ? ആരകൻ ആരോടാ സംസാരിച്ചേ? ആ അവൻ ആരകനെ വെട്ടിയെന്നോർത്ത് വന്നതാ. കുഞ്ഞാറ്റ മുടി വെട്ടി സുന്ദരിയായി. പറ്റിയെന്താണെന്ന് വെച്ചാൽ ചൂണ്ട വെട്ടി കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോൾ ചൂണ്ട വെള്ളത്തിൻ്റെ അടിയിലായി. വെള്ളം താഴുന്ന ഉടനെ അച്ചാച്ചി പോയി അത് അഴിച്ചോണ്ട് വരും. ചിലപ്പോൾ മീനുണ്ടെങ്കിലോ. എല്ലായിടവും വെയിൽ. തൽക്കാലം ഞങ്ങൾ പരിക്കാത്തിരുന്ന് കേട്ടെ. അവിടെ ഇതേ ചെയ്യാൻ തന്നെ നമ്മളെ പശു നിൽക്കുന്ന കാണിച്ചോളൂ. ഇപ്പോൾ പണി നടക്കുന്നുണ്ടോ? ആ നമ്മുടെ ടെൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ടോ? ടെൻറ്റ് നമുക്ക് തോടിൻ്റെ തീരത്തിരുന്ന് പ്രകൃതി ആസ്വദിച്ചിരുന്ന് ഭക്ഷണം വെച്ച് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കൊക്കെ വല്ലപ്പോഴും പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നടക്കുന്ന സ്ഥലം കണ്ടോ? അമ്മ ഫോൺ ചെയ്ത് കാണിക്കുവാറ്. എന്നോട് ചെരുപ്പിട്ട് ഇറങ്ങാനല്ലേ കുഞ്ഞു പറഞ്ഞേ? ഇതെന്താ നടക്കുന്നത്? കരിക്കട്ടെ അല്ലേ ഇത്? കരിക്കിട്ടായിരുന്നു ഞാൻ എണ്ണി ഇട്ടേക്കുന്നതാ. ആ ഇനി ആ ഏരിയയിലെങ്ങനെ കണ്ട നമുക്കെല്ലാവർക്കും ഇനി അകത്ത് പോവാം. വെയിലില്ലാത്ത ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പോവാം. അതായത് അമ്മു ട്രിപ്പിടാൻ വേണ്ടിയിട്ട് പോവാം. ആശുപത്രിയിൽ പോവാം. ഡെങ്കിപ്പനി കുറയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുട്ടി പോവുകയാണ്. ഞങ്ങൾ മുട്ട വിൽക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. ചുമ്മാ രസം. എൻ്റെ സ്പൈഡർമാൻ എവിടെ?
ഒറ്റപ്പോക്കിന് പറിച്ചോണ്ട് വന്നത്. ഇതാ പറഞ്ഞ കുടുംബത്തിൽ സ്വന്തമായിട്ട് സ്പൈഡർമാനേലും വേണം ചുരുങ്ങിയത്. ഇങ്ങനെ പഴുത്ത് നിറച്ച് പഴുത്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ അത് പനാലോ തത്തയും മറ്റേ മലയെണ്ണാനും ഞങ്ങളും ആരും സമ്മതിക്കുന്നില്ല ഇത് പഴുക്കാനേ. ഈ പരുവ് ഇത് ഭയങ്കര മധുരമാണ്. ഷാലിനി ചേച്ചി എന്തോ നോച്ചുണ്ടാകുന്നത് ആരും കണ്ടില്ല, പോത്തോട്ട് വന്നു. എന്തുവാ അവിടെ? എവിടാ? വിറകിൻ്റെ ഉള്ളിലാ? കല്ല് മൂർക്കന്റെ പുറകെ പോവുള്ളൂ. കുഞ്ഞാ സുപ്രമസി. ആ ലേബർ റൂമിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട്. പെൺകുട്ടിയാണ്. മേഘനയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതാണ് അച്ചാച്ചി പിടിച്ച മീൻ. അച്ചാച്ചി അവിടെ ഇരിക്കുന്നെന്ന് കാണിച്ചു. അത് സർപ്രൈസ് അല്ല, സർപ്രൈസ് അല്ല, ഇന്നലെ കാണിച്ച അതൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ എവിടെ കല്ലുമ്മ ഇരിക്കുന്നുണ്ട്. കല്ലുമ്മക്കായി ഇരിക്കുന്ന പോലെ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ അരച്ചിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞാലോ? എനിക്കറിയത്തില്ല. ബാ ഉലാത്തി ബാ ബാ വാ, ഒരു കാര്യം പറയാം. ബാ ഇറങ്ങി വാ, ഞാൻ പറയാം. ആക്ടിമേ കാണിച്ചു കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും വെക്കട്ടെ. ഒരു മിനിറ്റ്. വെച്ചായപ്പോൾ പണമണയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അവിടെ താഴെ പോകും. ഇതാണ് നമ്മുടെ ചാകര. പോകലി കണ്ടോ? കണ്ടു. അടുത്തുകൂടി ഇങ്ങനെ നേരത്തെ കാണിക്കും. ഇത്ര തരതാ മതിയോ? ഇവിടെ നോക്കൂ. മതി നിരത്തിയേ.